നമുക്ക് കസൂരി മേത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് കുറച്ച് നല്ല ഉലുവയുടെ ഇല കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ കസൂരി മേത്തി ഉണ്ടാക്കാം. പിന്നെ അത് നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട, മരുന്നൊന്നും അടിക്കാതെ നമ്മൾ നല്ലോണം വൃത്തിയായിട്ട് കസൂരി മേത്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കെട്ട് ഉലുവയുടെ ഇലയാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നന്നാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് കസൂരി മേത്തി ഉണ്ടാക്കി വെക്കാം. നല്ല എയർടൈറ്റുള്ള കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല കസൂരി മേത്തി, നല്ല മണമുള്ള കസൂരി മേത്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ എൻ്റെ ഇലയൊക്കെ ഇതാ വൃത്തിയാക്കി എടുത്തു കേട്ടോ. തണ്ടൊന്നും എടുക്കരുത്, അതിൻ്റെ ഇല മാത്രം പൊട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ലോണം മണ്ണുണ്ടാവുമല്ലോ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഇതാ കഴുകി കൊണ്ടു കേട്ടോ. അത് നല്ലോണം വലിയ പാത്രത്തിലിട്ട് ധാരാളം വെള്ളത്തിൽ കഴുകണം. റണ്ണിങ് വാട്ടറിൽ പൈപ്പ് തുറന്നിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്ക് അത് ഉണക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ വെയിലത്തൊന്നും ഉണക്കാൻ പാടില്ല. ഞാനത് അവിടെ ഒരു തുണി വിരിച്ചിട്ട്, ഒരു ടവലോ എന്തെങ്കിലും വിരിച്ചിട്ട് പാദ്യമ്പർ തന്നെ, നമ്മുടെ അടുക്കളയുടെ പാദ്യമ്പർ എന്ന് പറയുന്നത് എന്താ പറയുക, സ്ലാബിൽ തന്നെ ആണ് ഞാൻ ഉണക്കിയത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ പോയി ഈ നിലയ്ക്കായിട്ടുണ്ട്. ഒരു 4-5 ദിവസമെങ്കിലും എന്തായാലും പിടിക്കും. പിന്നെ നമ്മുടെ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് വേഗത്തിൽ ഉണങ്ങാനും മതി കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആയപ്പോഴും അതൊന്ന് വാടിയിട്ടേ ഉള്ളൂ. എനിക്കൊരു 4-5 ദിവസം എടുത്തു. ഞാനിവിടെ ചെന്നൈയിലാണ്. അപ്പോൾ ഇവിടെ വലിയ ചൂടായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചിക്കി ഇടില്ലേ, അതുപോലെ 2 കൈ കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി ഇടണം കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ്. രണ്ടാമത്തെ ദിവസം ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ ഉണക്കം. തീരെ അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ 3-ാം ദിവസം ആകുമ്പോഴേക്കും അതൊന്ന് നല്ലോണം ഉണങ്ങി അതിൻ്റെ പകുതിയായി നല്ലോണം കുറഞ്ഞു. ഇനി അത് കുറയും. അപ്പോൾ പക്ഷേ നല്ല മണം വരാൻ തുടങ്ങി. കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, എങ്കിലും നല്ലോണം മൊരിഞ്ഞിട്ടൊന്നുമില്ല. കയ്യിലിട്ടാൽ അങ്ങനെ മൊരിഞ്ഞ് പോരുന്നവരെ നല്ല അങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതുവരെ ഉണക്കണം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ടും അതിങ്ങനെ ചുരുങ്ങി വരുന്നല്ലാണ്ട് അത് നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതവിടെ ഇടുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രേ വേണ്ടൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4-ാം ദിവസം ഇതാണ് പരുവം. ഈ പ്ലേറ്റിലാക്കി ഞാനത് പ്ലേറ്റാക്കിയിട്ടും അത് നല്ലോണം ഒന്നും ആയിട്ടില്ല. ഒരു ദിവസം കൂടി വെക്കേണ്ടി വരും. കുറേശ്ശെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല മണമാണ് കേട്ടോ. നല്ല മേത്തിയുടെ എന്താ പറയുക, കസൂരി മേത്തിയുടെ പാക്കറ്റ് തുറന്ന മണമാണ്. ഇപ്പോൾ ഒരുവിധം നല്ലോണം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസൂരി മേത്തി തയ്യാറാവും. അപ്പോൾ നമുക്ക് കുറച്ച് അധികം വില കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലേ, അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ഇതൊന്നും മേടിക്കണ്ട. നമ്മൾ വല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയ കസൂരി മേത്തി ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ ഈ കസൂരി മേത്തി നന്നായിട്ട് ഉണങ്ങി കേട്ടോ. ഞാൻ ഈ ബോട്ടിലിൽ നിറയ്ക്കാൻ പോവാണ്. ഈ ബോട്ടിലിൽ നിറച്ചിട്ട് നമുക്ക് ഒരു വർഷത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കസൂരി മേത്തി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ഉലുവയുടെ ഇല കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത്രയായി ഒരു കെട്ട് എന്താ പറയുക, ഉലുവയുടെ ഇല ഉണക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കുപ്പിയിലേ ഉള്ളൂ. ഇത് നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളം ഉപയോഗിക്കാം. അധികമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു.